സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവ് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ മനോഹരമായ ദിവസം നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിനും പറയുന്നത്, ഇന്നേ ദിനം ദൈവനിർമ്മിതം, നാം സന്തോഷിച്ച് ആനന്ദിക്കേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി നിർമ്മിച്ച ദിവസമാണെന്നാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സന്തോഷിച്ച് ആനന്ദിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. വലിയ വിജയത്തെ പ്രാപിപ്പാൻ, വലിയ സാക്ഷ്യത്തെ പ്രാപിപ്പാൻ, കർത്താവിടെ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ, ദൈവത്തിലുള്ള പ്രത്യാശയിൽ ഉറയ്ക്കുവാൻ ഈ പകൽക്കാലം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഇന്ന് ഈ ഒരു ഇതെടുക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു പാട്ടാണ്. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൻ ആത്മമരണം മാറും, നീതിയിലവർ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അപ്പോൾ ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ എന്നാണ് പറയുന്നത്. ആത്മരക്ഷയുണ്ട് ഏവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പഴയ ഗാനങ്ങളിൽ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നൊരു സാഹചര്യത്തിൽ പഴയതും പുതിയതുമായിട്ടുള്ള ആൾക്കാർ വിവിധമായ വാദമുഖങ്ങളും കളിയാക്കലുകളും വിമർശനങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു പാട്ട് പാടിയപ്പോൾ എനിക്ക് അത് പാടുമ്പോൾ നമുക്ക് എന്തൊരു പ്രത്യാശയാണ് അല്ലേ, എന്തൊരു അർത്ഥവത്വമായ പാട്ടുകളാണ്, എന്തൊരു പ്രചോദനം തരുന്ന പാട്ടുകളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തന്മാർ ആത്മാവിൽ എഴുതിയ ഒരുപാട് അനുഗ്രഹീത ഗാനങ്ങൾ നമുക്ക് പാടാൻ ലഭിച്ചതൊരു വലിയ ഭാഗ്യമല്ലേ അല്ലേ. ഈ കാലഘട്ടത്തിൽ നമ്മളും എഴുതണം ഏറ്റവും ശ്രേഷ്ഠതയുള്ള കർത്താവായ യേശുവിന് മഹത്വം കരയറ്റുന്ന മനോഹരമായ പാട്ടുകൾ നാം ഓരോരുത്തരും എഴുതണം, വരും തലമുറയ്ക്ക് വേണ്ടി. അങ്ങനെ നമുക്കും അവർക്ക് വേണ്ടി മാതൃകയാവും. ആ കാലത്തെ തലമുറ അതുപോലെ ഏറ്റുപാടണം. ഞങ്ങളുടെ പിതാക്കന്മാർ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ എഴുതിയാന്ന് പറഞ്ഞ് പാടണം. ഞാനും ഒരു 10-40 പാട്ടുകൾക്ക് മേളിൽ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. കുറേയൊക്കെ നമ്മൾ പാടുന്നുണ്ട്, കുറേയൊക്കെ നമ്മുടെ ചാനലിലൊക്കെ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു 3 പാട്ടുകൾ, നല്ല അനുഗ്രഹീതമായ 3 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സ്വതന്ത്രം അത് എത്രയും പെട്ടെന്ന് പാടി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദൈവത്തിന് മഹത്വം. ഓക്കെ, എല്ലാം കർത്താവിൻ്റെ കൃപ. ഞാനത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ദൈവവചനം ജീവനും ശക്തിയുമാകാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിലവർ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ദൈവത്തിൻ്റെ വാക്കുകൾ. നമ്മൾ കേൾക്കണം, കാക്കണം. എങ്ങനെ? ഉള്ളത്തിൽ കൈക്കൊള്ളണമെന്ന് പറഞ്ഞ് ആത്മരക്ഷ ഉണ്ടാവും ഉള്ളത്തിൽ കൊണ്ടാൽ. ദൈവവചനത്തിൻ്റെ ജീവനും ശക്തിയും അത് ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മരക്ഷയുണ്ടാകും, നീതിയിലവർ വാഴും എന്നാ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇന്ന് പകല് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ആത്മരക്ഷ പ്രാപിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, അത് കാക്കുകയും ചെയ്യണം. സ്തോത്രം. അത് ഉള്ളത്തിൽ കൈക്കൊള്ളുകയും ചെയ്യണം. എല്ലാവരും ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ആർക്കും ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ അത് ഉള്ളത്തിൽ കൈക്കൊണ്ട് കാണണമെന്നില്ല. ഉള്ളത്തിൽ കൈക്കൊള്ളുമ്പോഴാണ് ദൈവവചനം ശക്തിയായി വരുന്നത്. ജീവനും ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. അപ്പം ഉള്ളത്തിൽ കൈക്കൊള്ളുമ്പോഴാണ് ആത്മാവിലുള്ള രക്ഷ, ഈ ദൈവവചനത്തിൻ്റെ ഈ ശക്തി നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അപ്പോൾ കേൾക്കുന്ന പലരും അത് കേട്ടു, ഒരു വാക്യം കേട്ടു ദൈവത്തെ പറ്റിയുള്ളത്, അങ്ങനെ അങ്ങ് പോവാൻ. അതത് ഉള്ളിലാകണം. ദൈവവചനം ഹൃദിഷ്ടമാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാണ്. ഹൃദയത്തിനുള്ളിൽ നിറയണം, ലയിക്കണം, അത് പ്രവർത്തിക്കണം, അത് അനുസരിക്കണം, അത് കാക്കണം. അപ്പോഴാണ് സ്തോത്രം നമുക്കതിൻ്റെ ഫലമുണ്ടാകുക. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാമത് വാക്യം ഒന്ന് വായിക്കാം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നതല്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അടുത്ത വാക്യത്തിൽ എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇത് കേൾക്കുമ്പോഴും വിശ്വസിക്കാത്തവരുണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. അപ്പോൾ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. സ്തോത്രം. ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഇന്ന് പ്രഭാതത്തിൽ അത് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സ്തോത്രം. ദൈവവചനം ജീവനും ശക്തിയും അത് ജീവിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ഉള്ളത്തിൽ കൈക്കൊണ്ട് കഴിഞ്ഞാൽ സ്തോത്രം, അത്
ജീവനായി നമ്മളിൽ പരിണമിക്കുവാനിടയായി തീരും. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. സ്തോത്രം. അന്ന് പകല് ആ ദൈവ ചൈതന്യമുള്ള വാക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ആഴങ്ങളിലേക്ക് പകരട്ടെ. ഈ ജഡം നശിച്ചു പോകുന്നതാണ്. അകത്തെ മനുഷ്യനെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന, ആത്മമരണം മാറ്റുന്ന ശക്തിയേറിയതാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നമ്മൾ ആത്മസ്വരൂപരായ മനുഷ്യരാണ്. ഈ ജഡം ഇവിടെ അഴുകി പോകേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ആത്മാവിനൊരു നിത്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയും സ്തോത്രം, ജീവനും ചൈതന്യവുമുള്ളൊരു ജീവിതത്തിന് വേണ്ടിയും സ്തോത്രം, ആ വചനത്തെ കേൾക്കുകയല്ല, അതിനെ ഹൃദയസ്ഥമാക്കുക, ഉള്ളത്തിൽ കൈക്കൊണ്ടുകൊണ്ട് അതിനെ കാക്കുക, പരിപാലിക്കുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹവും. പലപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ ദൈവവചനത്തിൻ്റെ ശക്തി കുറവല്ല, അത് വിശ്വസിക്കാഴികയുണ്ട്, അത് ഉള്ളത്തിൽ കൈക്കൊള്ളാഴികയുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങളൊരു അത്ഭുതം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനം ഉള്ളത്തിൽ കൈക്കൊള്ളുകയും ചെയ്യണം. അത് നിങ്ങളിൽ ജീവനും ശക്തിയും ചൈതന്യവുമായിട്ട് അത് പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് ആത്മാവിൻ്റെ രക്ഷയും ഉണ്ടാവും. നിങ്ങൾ അത്ഭുതങ്ങളെയും പ്രാപിക്കുവാനിടയായി തീരും. ഞാനൊന്ന് വാക്കുകൾക്ക് വിരാമം കുറിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് പകരപ്പെടുമാറാട്ടെ. ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയട്ടെ. സ്തോത്രം. അത് നിങ്ങളിൽ സ്തോത്രം ജീവന്റെ സമൃദ്ധിയെ നൽകുകയും നിങ്ങളുടെ മരിച്ച ശേഷിപ്പുകൾക്ക് ജീവൻ വെപ്പിക്കുകയും ചെയ്യും. തകർന്ന മേഖലകളെ പണിയുവാൻ, നമ്മുടെ ശരീരത്തിന്റെ തകർച്ചകൾ, മനസ്സിന്റെ തകർച്ചകൾ, ആത്മാവിന്റെ തകർച്ചകൾക്കെല്ലാം പരിഹാരമായ ദിവ്യ ഔഷധമാണ് ദൈവവചനം. നിങ്ങളുടെ രോഗത്തിന് ദിവ്യ ഔഷധമാണ് ദൈവവചനം. നിങ്ങളുടെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് ദിവ്യ ഔഷധമാണ് സ്തോത്രം ദൈവവചനം. ശരീരത്തിനും ആത്മാവിനും ദേഹിക്കുമെല്ലാം ഒരു ഔഷധക്കൂട്ടാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും അത് ഹൃദയസ്ഥമാക്കുകയും ചെയ്യുന്നവരുടെ ഭൗതിക ആത്മീക മണ്ഡലങ്ങളിൽ ചൈതന്യം ഉണ്ടാകുവാനിടയിൽ അകത്ത് വ്യാപരിക്കുന്ന ദൈവചൈതന്യം പുറത്ത് വെളിപ്പെട്ടു വരും. അപ്പോൾ നിങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങളിലും ആ ചൈതന്യം കാണാൻ പറ്റും. ഒരു ദൈവ വൈതലിൻ്റെ അകത്തെങ്ങനെയാണോ അതുപോലെ തന്നെ അവൻ്റെ പുറവും അനുഗ്രഹമായി തീരും. അവൻ ഞെരുക്കങ്ങളിലും കഷ്ടതയിലും പട്ടിണിയിലും ഒക്കെ അതൊക്കെ അങ്ങനെ ആ നെഗറ്റീവും പരാജയവും പറഞ്ഞു ദൈവവചനത്തെ വികലമാക്കി സ്തോത്രം അങ്ങനെ കൊണ്ടുനടന്ന് പീഡകളും പീഡനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ജീവിക്കുന്നവർക്കാണ് സ്തോത്രം ഇത് വലിയ ദുരിതമാർഗമാണ്. എന്നാൽ ദൈവവചനം ചൈതന്യം ഉളവാക്കുന്നതാണെന്ന് വിശ്വസിക്കുകയും അതിന് ജീവൻ ചേരുവാൻ കഴിയുന്നതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവർ ജീർണിച്ചു പോയ ശേഷിപ്പുകൾക്ക് ജീവിതമാവും. മരവിച്ച മേഖലകൾ അനുഗ്രഹമാവും. തകർന്ന മേഖലകൾ പണിയപ്പെടുവാനിടയായി തീരും. അവരെ മൊത്തത്തിൽ ഊർജ്ജസ്വലരാകും. അവർ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകും. അവർ ആത്മമണ്ഡലത്തിൽ നിറവുണ്ടാവും. അവർ അനേകരെ ധൈര്യപ്പെടുത്തുന്നവരും ബലപ്പെടുത്തുന്നവരായും അനേകരെ രക്ഷയിലേക്ക് നടത്തുന്നവരാകും. അനേകർക്ക് ദൈവരാജ്യത്തെ പ്രദർശിപ്പിക്കുന്നവരായി തീരും. ദൈവത്തിൻ്റെ ചൈതന്യം അവരിലൂടെ വെളിപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ആത്മരക്ഷയ്ക്ക് കാരണമാകുന്ന ദൈവവചനത്തെ ഉള്ളത്തിൽ കൈക്കൊണ്ടുകൊണ്ട് ആ സ്തോത്രം ദൈവത്തിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്നവരായി നമുക്ക് തീരുവാൻ കഴിയട്ടെ. കേൾക്കുന്നവരല്ല, അതിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുന്നവരും അതിനെ അനുസരിക്കുന്നവരും അനുകരിക്കുന്നവരും ആ ദൈവിക സ്തോത്രം മഹത്വവാഹകരുമായി നമുക്ക് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം ജീവനായി പരിണമിക്കട്ടെ. അത് കേൾക്കുക മാത്രമല്ല, അത് ഉള്ളത്തിൽ കൈക്കൊണ്ടുകൊണ്ട് കർത്താവ് ഉള്ളങ്ങളിൽ ചൈതന്യമായി അത് വിളങ്ങട്ടെ. അവരുടെ ഭൗതികാത്മീക മണ്ഡലങ്ങളിൽ നിറവുണ്ടാകട്ടെ. അവരുടെ പരാജയങ്ങളെയും ശൂന്യതകളെയും ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം തുടച്ചു നീക്കി അവർക്ക് ജയം നൽകുമാറാകട്ടെ. കർത്താവേ, സ്വതന്ത്രം ദൈവവചനത്തിൻ്റെ ആധികാരികതയും കരുത്തും ഞങ്ങൾക്ക് ചുറ്റും ഇന്ന് കേൾക്കുന്ന സകലരിലേക്കും ഒരുപോലെ പകരപ്പെടുമാറാകട്ടെ. കർത്താവേ, ഒരു മരിച്ചവനിലല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത്, ജീവനുള്ള ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. മരണത്തെ ജയിച്ചവനിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഞങ്ങളുടെ സർവ്വശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവരുടെ മരിച്ച മണ്ഡലങ്ങളെ ജീവിപ്പിക്കട്ടെ. പ്രതീക്ഷകൾ അറ്റുപോയിരുന്ന പ്രതീക്ഷകളുണ്ടാകട്ടെ. അവരുടെ നൊമ്പരങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. അവർക്ക് ആശ്വാസമുണ്ടാകട്ടെ. അവരുടെ തകർച്ചകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവയുടെ നഷ്ടങ്ങളെ ലാഭമാക്കട്ടെ. കർത്താവരുടെ ശൂന്യതകളിലേക്ക് ദൈവവചനം നിറയട്ടെ. അവർക്ക് പ്രതീക്ഷ കൊടുക്കട്ടെ. ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും അതിൽ നിറയുവാനും അതിൽ നടപ്പാനും അതിൽ ഉറയ്ക്കുവാനും വിശ്വസിക്കുവാനും പ്രാപ്തി നൽകട്ടെ. ഉള്ളങ്കരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തരികയാണ്. സംശയങ്ങളെല്ലാം മാറട്ടെ. അവർക്ക് പ്രതീക്ഷ നൽകട്ടെ, ഉറപ്പ് നൽകട്ടെ, ധൈര്യം പ്രാപിക്കട്ടെ. ഉള്ളങ്കരങ്ങളിൽ തരുന്ന പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ സ്തോത്രം ടെക്സ്റ്റ് ചെയ്യാൻ മറക്കരുത്. വാട്സപ്പ് നമ്പറുണ്ട്. പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് പാടിയതുപോലെ ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. അപ്പോൾ ഉള്ളത്തിൽ കൈക്കൊള്ളണം. ആത്മരക്ഷ പ്രാപിപ്പാൻ ദൈവവചനം ഉള്ളത്തിൽ കൊള്ളണം. യേശു ക്രിസ്തു, യേശുവിനെ, ദൈവവചനം എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളണം. ആ ക്രിസ്തുവിൽ ജീവിക്കണം.
അത് ഭാഗ്യകരമായ അവസ്ഥയാണ്. അത് നിങ്ങളുടെ സകല നിരാശകളെയും പരാജയങ്ങളെയും ശാപങ്ങളെയും മാറ്റും. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.